പരിചയപ്പെടാൻ പോകുന്ന പാഠഭാഗം പ്രോസസ് ഓഫ് ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ. ഈ യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് 4 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തേത് ഫീച്ചേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ക്രെഡിറ്റ് സെയിൽ, സെക്കൻഡ് വൺ ക്രെഡിറ്റ് ചെക്ക് ആൻഡ് ഗെറ്റിംഗ് ഓതറൈസേഷൻ, തേർഡ് വൺ പ്രോസസ്സിംഗ് ക്രെഡിറ്റ് റിക്വസിഷൻ ആൻഡ് ലാസ്റ്റ് വൺ ടെക്നിക്സ് ഫോർ ഡിറ്റർമിനിങ് ക്രെഡിറ്റ്. ആദ്യത്തെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിൽ റെഫേഴ്സ് ടു സെയിൽസ് ദാറ്റ് ഇൻവോൾവ് എക്സ്റ്റെൻഡിങ് ക്രെഡിറ്റ് ടു ദ കസ്റ്റമേഴ്സ്. എന്താണ് ക്രെഡിറ്റ് സെയിൽ? ക്രെഡിറ്റ് സെയിൽ എന്നാൽ നമ്മളുടെ ഉപഭോക്താക്കൾക്ക് അവർക്ക് പണം അടയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം നൽകുകയാണ്. അങ്ങനെ നമ്മൾ സെയിൽ നടത്തുമ്പോൾ അതിനെ ക്രെഡിറ്റ് സെയിൽ എന്ന് വിളിക്കും. ദ കസ്റ്റമർ ടേക്സ് ദ പ്രോഡക്റ്റ് നൗ ആൻഡ് എഗ്രി ടു പേ ഫോർ ഇറ്റ് ലേറ്റർ. അതാണ് കസ്റ്റമേഴ്സ്, നമ്മുടെ ഉപഭോക്താക്കൾ പ്രോഡക്ട്സ് അപ്പോൾ തന്നെ കൊണ്ടുപോവുകയും അതിൻ്റെ പേയ്മെൻറ്റ് പിന്നീട് നടത്താം എന്ന് നമുക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ദ ഡ്യൂ amount may be collected in different forms such as lump sum payment, hire purchase system and installment purchase system. അപ്പോൾ ഈ കിട്ടാനുള്ള തുക നമുക്ക് പല രീതിയിൽ കളക്ട് ചെയ്യാം. പല ഫോംസിലാണ് നമ്മൾ കളക്ട് ചെയ്യുക. ഒന്നുകിൽ ലംസമായിട്ട് കളക്ട് ചെയ്യും, അതായത് ഒന്നിച്ച് കളക്ട് ചെയ്യും. അല്ല എങ്കിൽ ഹയർ പർച്ചേസ് സിസ്റ്റം പോലെ ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ഓരോ റെഗുലർലി നമ്മൾ കുറച്ച് എമൗണ്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റവും. ഇൻസ്റ്റാൾമെൻറ്റും അതുപോലെ തന്നെ നമ്മൾ ഒരു ഇത്ര ഇൻസ്റ്റാൾമെൻറ്റിനുള്ളിൽ ഇത്ര തവണകളായി നിങ്ങൾ പണം അടയ്ക്കണം എന്ന് നമ്മൾ ആദ്യമേ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളിലൊക്കെ നമുക്ക് ഡ്യൂ എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് ക്രെഡിറ്റ് സെയിൽ എന്താണെന്ന് നോക്കാം. ടു മീറ്റ് ദ കോമ്പറ്റീഷൻ, ഇൻക്രീസ് ദ സെയിൽ, ബെറ്റർ കസ്റ്റമർ ലോയലിറ്റി. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ക്രെഡിറ്റ് സെയിൽ കൊടുക്കുകയാണെങ്കിൽ, അതായത് ക്രെഡിറ്റിന് സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോമ്പറ്റീഷനെ മീറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മാത്രമല്ലല്ലോ മാർക്കറ്റിലുള്ളൂ, ഒരുപാട് റീറ്റെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ ആ റീറ്റെയിലേഴ്സിനെയൊക്കെ കോമ്പീറ്റ് ചെയ്ത് നമ്മൾ നിൽക്കണ്ടേ? അപ്പോൾ നമ്മളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ഈ ക്രെഡിറ്റ് സെയിലിനെ വെക്കാം. അതുപോലെ അതിലൂടെ നമുക്ക് സെയിൽ കൂടും, നമ്മളുടെ സെയിൽ കൂടും. അതുമാത്രമല്ല കസ്റ്റമേഴ്സിന് നമ്മളോടൊരു വിശ്വാസ്യത ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രെഡിറ്റ് സെയിലിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രെഡിറ്റ് സെയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ട്രാൻസ്ഫറർ നോർമലി ഡീൽസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ട്രാൻസ്ഫറർ എന്ന് ഉദ്ദേശിക്കുന്നത് സെല്ലർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡീൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. The title of the goods lies with the seller before it is sold on credit. Title of goods എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥാവകാശം. ഓണർഷിപ്പ് എപ്പോഴും സെല്ലറുടെ കയ്യിൽ ഉണ്ടാവണം. ഈ ഒരു പ്രോഡക്റ്റ് ക്രെഡിറ്റിന് വിൽക്കണമെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഓണർഷിപ്പ് വിൽക്കുന്ന ആളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. There are fewer ഫോർമാലിറ്റീസ് ഒക്കെ വളരെ കുറവാണ്. ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്റ്റെൻഡഡ് ഫോർ 3 months. 3 monthsലോട്ടാണ് നമുക്ക് കിട്ടുക. സാധാരണയായിട്ട് 3 months വരെയൊക്കെ ക്രെഡിറ്റ് നമ്മൾക്ക് കിട്ടും. പിന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടേംസ് ഇമ്പോസ്ഡ് ബൈ ദ സെല്ലർ. അതായത് സെല്ലർ പറയുന്ന ടേംസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ക്രെഡിറ്റിൻ്റെ പീരീഡൊക്കെ. പിന്നെ നോ സെക്യൂരിറ്റി ഈസ് റിക്വയർഡ്. സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. It can be facilitated with different financial institutions with ease terms and at continuous rate എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് പൈസ കൊടുക്കാതെ വാങ്ങണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ആ കൗണ്ടറിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഒരു ഹോം അപ്ലയൻസ് ഷോപ്പിൽ പോയി നമ്മൾക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണം. അപ്പോൾ നമ്മളുടെ കയ്യിൽ കറക്റ്റ് റെഡി ക്യാഷ് ഇല്ല എങ്കിൽ നമുക്ക് ആ കൗണ്ടറിൽ നിന്ന് ലോണ് കിട്ടും. അതിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കാണാറില്ലേ, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കാണാറില്ലേ, 0% ഇൻട്രസ്റ്റിൽ നിങ്ങളിപ്പോൾ തന്നെ പ്രോഡക്റ്റ്സ് എടുത്തുകൊള്ളൂ എന്നൊക്കെ നമ്മളോട് പറയുന്നില്ലേ? അതൊക്കെ ഇത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് റെഡി ക്യാഷ് ഇല്ലാതെ ലഭ്യമാണ്. അതാണ് ആ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് a short financial requirement of retail is met by this type of mutual trust and cordial relation എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഹാഫ്
ഈ റീറ്റെയിൽ സെയിലൊക്കെ നടക്കുന്നത് ഈ രീതിയിലാണ്. അതായത് ഇപ്പോൾ ആരും തന്നെ നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ പോയി വാങ്ങുമ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങുന്നില്ല. ഈ രീതിയിൽ തന്നെയാണ് ഒന്നുകിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ ഹയർ പർച്ചേസ് ആയിട്ടോ ഒക്കെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ക്രെഡിറ്റ് സെയിൽ എഗ്രിമെൻ്റ് എന്താണെന്ന് നോക്കാം. എ ക്രെഡിറ്റ് സെയിൽ എഗ്രിമെൻ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ഫോർ ദ സെയിൽ ഓഫ് ഗുഡ്സ് അണ്ടർ വിച്ച് ദ പർച്ചേസ് പ്രൈസ് ഓർ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് പേയബിൾ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. എന്താണ് ക്രെഡിറ്റ് സെയിൽ എഗ്രിമെൻ്റ്? അതൊരു കരാറാണ്. അതായത് നമ്മൾ കടമായി സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പർച്ചേസ് പ്രൈസ്, അതാണ് പറഞ്ഞിട്ടുള്ളത്, പർച്ചേസ് പ്രൈസ് ഓർ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് പേയബിൾ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് പർച്ചേസ് പ്രൈസ് മൊത്തമായിട്ടോ അല്ല അതിൻ്റെ കുറച്ച് ഭാഗമാണ് കൊടുക്കാനുള്ളതെങ്കിൽ അത് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്തോളാം എന്നുള്ള കരാറിനെയാണ് നമ്മൾ ക്രെഡിറ്റ് സെയിൽ എഗ്രിമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടീഷൻ യൂസ് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഗുഡ്സ് ക്രെഡിറ്റിൽ നൽകുമ്പോൾ സാധാരണയായി ഉണ്ടാവുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് ആൻ എഗ്രിമെൻറ്റ് ഇൻ വിച്ച് എ സെല്ലർ എഗ്രീസ് ടു ട്രാൻസ്ഫർ ഗുഡ്സ് ടു എ ബയർ അറ്റ് എ പ്രൈസ്. കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത് ഒരു കരാറാണ്. അതിലെന്താണ്, ഒരു സെല്ലർ ഒരു ബയറിന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു കരാർ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഒരു പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ഒരു വിലയ്ക്ക് സാധനങ്ങൾ ഒരു ബയറിന് സെല്ലർ കൊടുത്തുകൊള്ളാം എന്നുള്ള എഗ്രിമെൻറ്റ്. ഇറ്റ് ഈസ് മെയ്ഡ് വെൻ ദർ ഈസ് ബോത്ത് ആൻ ഓഫർ ആസ് വെൽ ആസ് ആൻ എഗ്രിമെൻറ്റ് ടു ബൈ ഓർ സെൽ ഗുഡ്സ് ഫോർ എ പ്രൈസ്. അതായത് അതിലെന്തുണ്ടാവും, ഒരു ഓഫറും ഉണ്ടാവും, ഒരു എഗ്രിമെൻറ്റും ഉണ്ടാവും. അത് ഓഫർ എന്ന് പറയുന്നത് എന്താ, ഞങ്ങൾ ഇന്ന തുകയ്ക്ക് ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് തരാം എന്നുള്ള ഒരു ഓഫറും അതുപോലെ തന്നെ ഒരു എഗ്രിമെൻറ്റും ഉണ്ടാവും. അതായത് ഇത്ര രൂപയ്ക്ക് ഞാൻ ആ പ്രോഡക്റ്റ് എടുത്തുകൊള്ളാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റ്. അത് രണ്ടും ഉൾപ്പെടുന്നതാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ റൈറ്റിംഗ് ഓർ ബൈ വേർഡ് ഓഫ് മൗത്ത്. ഈ കരാറ് എഴുത്തിലൂടെ, അതായത് എഴുതിയിട്ടുള്ള കരാറാവാം, അല്ല എങ്കിൽ നമ്മൾ പരസ്പര വിശ്വാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിക്കോളാം, നിങ്ങൾക്ക് ഞാൻ തന്നുകൊള്ളാം എന്നുള്ള വാക്കാൽ പറയുന്നതും ആവാം. എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് എ ജനറിക് ടേം വിച്ച് ഇൻക്ലൂഡ് സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ. അപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകുക, അത് സെയിലും എഗ്രിമെൻറ്റ് ടു സെല്ലുമാണ്. അടുത്തത് എഗ്രിമെൻറ്റ് ടു സെൽ. Agreement to sell constitutes the terms and conditions of sale by the seller to the buyer. These terms and conditions include the amount at which it is to be sold and the future date of full payment. എന്താണ് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ? ബയറും സെല്ലറും തമ്മിൽ, അതിൽ സെല്ലർ വെക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷനാണ് ഈ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കുക. എമൗണ്ട് അറ്റ് വിച്ച് ഇറ്റ് ഈസ് ടു ബി സോൾഡ്, എത്ര രൂപയ്ക്കാണ് ഈ ഉൽപ്പന്നം വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ഫ്യൂച്ചർ ഡേറ്റ് ഓഫ് ഫുൾ പേയ്മെൻറ്റ്, എന്ന് നമ്മൾ പൂർണ്ണമായും ഈ ഉൽപ്പന്നത്തിൻ്റെ വില നൽകണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ഉണ്ടാവുക. Essential elements of contract of sale. Essential element of a contract like free consent, lawful object, at least two parties, competency to enter a contract, etc. അതായത് കോൺട്രാക്ട് ഓഫ് സെയിലിന് പ്രധാനമായും വേണ്ടത് ഫ്രീ കൺസെൻ്റ് ആണ്. ഫ്രീ കൺസെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ നിർബന്ധിക്കാതെ ആയിരിക്കണം ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാവേണ്ടത്. ലോഫുൾ ഒബ്ജക്റ്റ്, അതായത് നിയമപരമായി സാധുതയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം കൈമാറ്റം ചെയ്യേണ്ടത്. അതുപോലെ അറ്റ്ലീസ്റ്റ് ടു പാർട്ടീസ്, രണ്ട് പേരെങ്കിലും ഉണ്ടാവണം. കോമ്പീറ്റൻസി ടു എൻ്റർ എ കോൺട്രാക്ട്, അതായത് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്ന ഉതകുന്ന ആളുകളായിരിക്കണം ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ടാവേണ്ടത്. ദെൻ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്, അതായത് രണ്ട് പേര് തമ്മിലുള്ള എഗ്രിമെൻറ്റ്, അതായത് ഒരാൾ വാങ്ങിക്കോളാം ഒരാൾ തരാം എന്നുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കരാറാണ്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ഒരു ഉൽപ്പന്നം കൈമാറ്റം ചെയ്തിരിക്കണം. ഗുഡ്സ് ഉണ്ടാവണം, കൈമാറ്റം ചെയ്യാൻ ഒരു ഉൽപ്പന്നം ഉണ്ടാവണം, അതുപോലെ അതിനൊരു വിലയുണ്ടാവണം, പ്രൈസ് ഉണ്ടാവണം. ഇത്രയാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടീഷൻ ആൻഡ് വാറണ്ടി. In a contract of sale, there are certain provisions which need to be fulfilled because it is demanded by the contract. These prerequisites can either be a condition and warranty. ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിൽ
ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനെ നമ്മൾ കണ്ടീഷൻ അല്ലെങ്കിൽ വാറണ്ടി എന്ന് അറിയപ്പെടുന്നു. ദ കണ്ടീഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ സ്റ്റിപ്പുലേഷൻ ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. കണ്ടീഷൻ എന്ന് പറയുന്നത് നിർബന്ധമായി ഉണ്ടാവുന്ന നിബന്ധനയാണ്, അത് ഫണ്ടമെൻ്റലാണ്, അടിസ്ഥാനപരമായിട്ടുള്ള നിബന്ധനയാണ് നമ്മൾ കണ്ടീഷൻ എന്ന് പറയുക. വേറാസ് വാറണ്ടി ഈസ് ആൻ അഡീഷണൽ സ്റ്റിപ്പുലേഷൻ. വാറണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു നിബന്ധനയായിട്ടാണ് പറയുന്നത്. വയലേഷൻ ഓഫ് കണ്ടീഷൻ ക്യാൻ ബി റിഗാർഡഡ് ആസ് വയലേഷൻ ഓഫ് വാറണ്ടി. കണ്ടീഷനെ നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പാലിക്കാതിരുന്നാൽ വാറണ്ടി കൂടി പാലിക്കപ്പെട്ടില്ല എന്ന് കണക്കാക്കും. വയലേഷൻ ഓഫ് വാറണ്ടി ഡസ് നോട്ട് അഫക്റ്റ് ദ കണ്ടീഷൻ. എന്നാൽ വാറണ്ടി പാലിച്ചില്ല എങ്കിൽ അത് കണ്ടീഷൻ പാലിക്കാത്തതായി കണക്കാക്കില്ല. അപ്പോൾ ഏതാണ് പ്രധാനപ്പെട്ടത്? കണ്ടീഷനാണ് ഫണ്ടമെൻ്റലായി നമ്മൾ പാലിക്കേണ്ട കാര്യം. കണ്ടീഷൻ ഇസ് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് കോൺട്രാക്ട്. നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റീവിനെ ഡയറക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഏതാണ്? കണ്ടീഷനാണ്. വേറാസ് വാറണ്ടി ഈസ് എ സബ്സിഡിയറി പ്രൊവിഷൻ റിലേറ്റഡ് ടു ദ ഒബ്ജക്റ്റീവ് ഓഫ് കോൺട്രാക്ട്. എന്നാൽ വാറണ്ടി മെയിൻ അല്ല, സബ്സിഡിയറി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്, ക്രെഡിറ്റ് ചെക്സ് ആൻഡ് ഗെറ്റിംഗ് ഓതറൈസേഷൻ. Credit check is a sort of search performed by the retailer to evaluate a customer's creditworthiness. After a credit check, the retailer is able to assess whether the customer can handle his or her money matters and fulfill the requirement for credit. എന്താണ് ക്രെഡിറ്റ് ചെക്ക്? ക്രെഡിറ്റ് ചെക്ക് എന്നാൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ട് ഉള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യലാണ് ക്രെഡിറ്റ് ചെക്ക്. അതായത് അതിലൂടെ ഒരു റീറ്റെയിലർ ആ കസ്റ്റമർ എത്രമാത്രം ഈ മണി മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പ്രാപ്തനാണ് എന്നുള്ളതും അതുപോലെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ അയാൾ ഫുൾഫിൽ ചെയ്യുന്നത് എന്ന് നോക്കും. എന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ക്രെഡിറ്റ് അനുവദിച്ചു കൊടുക്കുകയുള്ളൂ. അതാണ് ഇതിന് ശേഷം, ക്രെഡിറ്റ് ചെക്കിന് ശേഷമാണ് ഓതറൈസേഷൻ നമ്മൾ കൊടുക്കുക. നീഡ് ഫോർ ക്രെഡിറ്റ് ചെക്കിംഗ്. Credit check protect the interest of parties. It also ensure that each party has a capacity to enter into a transaction. എന്തിനാണ് നമ്മൾ ക്രെഡിറ്റ് ചെക്ക് നടത്തുന്നത്? അതായത് നമ്മൾ ഇടപെടാൻ പോകുന്ന കസ്റ്റമർക്ക് ഒരു ട്രാൻസാക്ഷനിൽ എത്താനുള്ള ഒരു പ്രാപ്തിയുണ്ട്, കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് ചെക്ക് നടത്തുന്നത്. റീറ്റെയിൽ ഫേം ഷുഡ് റൺ എ ക്രെഡിറ്റ് ചെക്ക് ഓൺ കസ്റ്റമേഴ്സ് എനി ടൈം whenever the customer apply for loan, hire purchase, credit card, store card or line of credit. ഈ റീറ്റെയിൽ ഫേംസ് കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് ചെക്ക് നടത്തും. ഏതൊക്കെ സാഹചര്യത്തിലാണ് നടത്താറുള്ളത്? അവരൊരു ലോണിന് വേണ്ടി ചോദിക്കുക, അല്ലെങ്കിൽ ഹയർ പർച്ചേസിന് വേണ്ടി ആവശ്യപ്പെടുക, ക്രെഡിറ്റ് കാർഡ് ആവശ്യപ്പെടുക, സ്റ്റോർ കാർഡ് ആവശ്യപ്പെടുക. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഈ കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് ചെക്ക് റീറ്റെയിലേഴ്സ് നടത്താറുണ്ട്. A credit check provide information about the customer's mortgage, credit cards, arranged overdraft, personal loan, car finance, hire purchase and repayment history of phone accounts, etc. അപ്പോൾ ഈ ക്രെഡിറ്റ് ചെക്കിലൂടെ ഒരു റീറ്റെയിലർക്ക് കസ്റ്റമേഴ്സിൻ്റെ ഈ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള, അതായത് അവർക്ക് എത്രമാത്രം പേഴ്സണൽ ലോൺ ഉണ്ട്, കാർ ലോൺ ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. ഇൻഫർമേഷൻ ടു ബി കളക്റ്റഡ് ഫ്രം കസ്റ്റമർ ഫോർ ക്രെഡിറ്റ് ചെക്ക്. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ക്രെഡിറ്റ് ചെക്കിന് വേണ്ടിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടേണ്ടത്? റിലീസ് ഓഫ് ഇൻഫർമേഷൻ. In order for the retailer to do a complete credit check on a customer, they will need the customer's permission. അതായത് കസ്റ്റമറിൻ്റെ പെർമിഷൻ ആവശ്യമാണ്. അവരുടെ എല്ലാ ഇൻഫർമേഷനും നമ്മൾ കളക്ട് ചെയ്യാൻ പോകുകയാണല്ലോ, അപ്പോൾ അവരുടെ പെർമിഷൻ ആവശ്യമാണ്. രണ്ടാമത്തേത് സിഗ്നേച്ചറാണ്. എ സിഗ്നേച്ചർ ഓൺ ദ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ ഫോം മീൻസ് that the customer has read and understood all the terms and conditions listed and also agree with them. കസ്റ്റമറിൻ്റെ സിഗ്നേച്ചറാണ് വേണ്ടത്. എന്തിൽ? നമ്മളുടെ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ ഫോമിൽ. അതിനർത്ഥം എന്താണ്? ആ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ ഫോമിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കസ്റ്റമേഴ്സ് കൃത്യമായി വായിച്ചു ബോധ്യപ്പെട്ടു എന്നുള്ളതിനുള്ള തെളിവ്. അഡ്രസ്. Having the correct address will ensure that a credit check pulls up the right information. കൃത്യമായ അഡ്രസ്സ് ചോദിച്ചറിയുക. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ അവരെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അത് കൃത്യമാണെന്ന് ഉറപ്പാക്കാനായിട്ട് അവരുടെ അഡ്രസ്സ് സഹായിക്കും. പിന്നെ എംപ്ലോയ്മെൻറ്റ്. Accurate employment information of the customer allows the retailer to take a look into the customer's employment history to see how long he or she was
അറ്റ് ഈച്ച് ജോബ്. അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി കൂടി നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ അവർ എത്ര നാൾ ഓരോ സ്ഥലത്തും ജോലി ചെയ്യുന്നു. അപ്പോൾ കൃത്യമായി ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ, ഇടയ്ക്കിടയ്ക്ക് ജോലി മാറുന്ന വ്യക്തിയാണോ, അല്ല കൃത്യമായ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കൂടി നമ്മൾ ഈ ക്രെഡിറ്റ് ചെക്ക് ഇൻഫർമേഷനിലൂടെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റെപ്സ് ടു ഫോളോ ബിഫോർ ഗ്രാൻഡിങ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പാലിക്കേണ്ട കുറച്ച് സ്റ്റെപ്സാണ്. ക്രിയേറ്റ് ക്രെഡിറ്റ് പോളിസി. കസ്റ്റമർ മസ്റ്റ് കംപ്ലീറ്റ് ദ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ, ചെക്ക് ദ കസ്റ്റമർ റെഫറൻസസ്, റൺ ക്രെഡിറ്റ് ചെക്ക്, റിക്വയർ പേഴ്സണൽ ഗ്യാരണ്ടി ഫോർ കസ്റ്റമേഴ്സ്, ടേക്ക് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഇൻ പ്രോഡക്റ്റ്, സെറ്റ് ക്രെഡിറ്റ് ലിമിറ്റ് ആൻഡ് പേയ്മെൻറ്റ് ടേംസ്. ഇത്രയും കാര്യങ്ങളിലൂടെ വേണം നമ്മൾ അവർക്ക് ക്രെഡിറ്റ് അനുവദിക്കാൻ. ആദ്യം ക്രെഡിറ്റ് പോളിസി ഉണ്ടാക്കുക, കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പറയുക, കസ്റ്റമേഴ്സ് റെഫറൻസ് എടുക്കുക നമ്മൾ, അതുപോലെ ക്രെഡിറ്റ് ചെക്ക് നടത്തുക, പേഴ്സണൽ ഗ്യാരണ്ടി നമ്മൾ ചോദിക്കുക, അതുപോലെ ടേക്ക് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഇൻ പ്രോഡക്റ്റ് പറയുക, അതുപോലെ നമ്മൾ കൃത്യമായി എത്രയാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് അനുവദിക്കുന്നതെന്നും പേയ്മെൻറ്റ് ടേംസ് എങ്ങനെയായിരിക്കണം എന്നും കൃത്യമായി പറഞ്ഞു വെക്കുക. എന്നിട്ട് മാത്രമായിരിക്കണം നമ്മൾ അവർക്ക് ക്രെഡിറ്റ് അനുവദിക്കേണ്ടത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു എന്നൊന്നും കൂടി നോക്കാം. വാട്ട് ഈസ് ക്രെഡിറ്റ് സെയിൽ, ഇറ്റ്സ് ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, കണ്ടീഷൻ ആൻഡ് വാറണ്ടി, ക്രെഡിറ്റ് ചെക്ക്, സ്റ്റെപ്സ് ടു ഫോളോ ബിഫോർ ഗ്രാൻഡിങ് ക്രെഡിറ്റ്. ആക്ടിവിറ്റിയാണ്. വിസിറ്റ് എ നിയർ ബൈ റീറ്റെയിൽ സ്റ്റോർ ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെയിൽസ് ആൻഡ് എക്സാമിൻ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഡോപ്റ്റഡ് ബൈ ദ റീറ്റെയിലേഴ്സ് ഫോർ ക്രെഡിറ്റ് സെയിൽ. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഒരു റീറ്റെയിൽ സ്റ്റോർ സന്ദർശിച്ച് അവിടെ ഏതെല്ലാം തരത്തിലുള്ള സെയിൽ നടക്കുന്നുണ്ട് എന്നും അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസും നോക്കുക. ക്രെഡിറ്റ് സെയിൽ ഉണ്ട് എങ്കിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ ശ്രമിക്കുക. അതുപോലെ ലിസ്റ്റ് വേരിയസ് ടൈപ്സ് ഓഫ് വാറണ്ടീസ് യു റിസീവ്ഡ് വൈൽ പർച്ചേസിങ് ഹോം അപ്ലയൻസസ്. നിങ്ങൾ ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ, ഫ്രിഡ്ജ്, TV അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ആ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള വാറണ്ടികൾ കണ്ടിട്ടുണ്ട് അതുകൂടി നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആക്ടിവിറ്റിയായി സബ്മിറ്റ് ചെയ്യുക.